എല്ലാവർക്കും നമസ്കാരം. അമ്മയും അച്ഛനും വീണ്ടും വന്നു കേട്ടോ. അച്ഛനിവിടെ എന്താ പറമ്പിൽ പണികളാ. അപ്പൊ കുറെ വെട്ടി കൊടുക്കാറുണ്ട്. അപ്പൊ വെട്ടോത്തി കുറെ നാളെ വെട്ടോത്തികളൊക്കെ എടുത്തിട്ട് അപ്പൊ ഒന്ന് തേച്ച് വെള്ളാരങ്കല്ലിന്റെ പൊടിയിട്ടിട്ട് തേക്കും. അപ്പൊ നല്ല മൂർച്ച ഇങ്ങനെ തിളങ്ങും. കാലം കൊണ്ട് മരുന്ന് പറ്റില്ല. ഇല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. കാലത്ത് തന്നെയാണ്. കുറേ നാളുകളായി നമ്മൾ ഇവിടെ വീട്ടിലുണ്ടാവാറില്ല അല്ല ചേട്ടാ. കുറേ നാളായിട്ട് അവിടെ ഇവിടെയൊക്കെയാണ് മക്കളുടെ അടുത്ത്. അപ്പോൾ വീട്ടിൽ നിൽക്കാൻ എനിക്കൊരു വല്ലാത്ത മടി പോലെ. പിന്നെ ഇവിടെ ആകെ കാട് പിടിച്ചു, കുറവും നമ്മുടെ ചെടിത്തോട്ടങ്ങളും ഒക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് വേണം അടുത്ത പോക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ. അല്ലെങ്കിൽ അവിടെ നിന്നാലും ഒരു സമാധാനക്കേടാ. അപ്പോൾ അടുക്കളയിൽ കുറച്ച് പണികളുണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ ഞാനും ഇറങ്ങി. അപ്പം അച്ഛൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യട്ടെ. എൻ്റെ ഇടയിൽ ഞാൻ അച്ഛൻ ചെയ്യുന്നതും കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേ കുറേ നാളായി അടുക്കളയിൽ ഒന്നും ചെയ്യാണ്ട്. അടുപ്പൊക്കെ ആകെ ഇങ്ങനെ തുരുമ്പെടുത്തു. പണ്ട് അടുപ്പൊക്കെ ചെതൽ പിടിക്കാതൊക്കെ പറഞ്ഞ പോലെ ഇപ്പം തുരുമ്പെടുത്തു. അപ്പോൾ ഞാൻ വേഗം കഴിയുന്ന പണിയില്ലാത്ത അങ്ങോട്ട് പറമ്പിലേക്ക് കടന്നാലേ കാര്യമുള്ളൂ. അപ്പോൾ വേഗം കഴിയുന്നതൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും വേഗം കഴിയുന്നതുമായ പലഹാരം ഏതാ? പുട്ടല്ല, പുട്ട് അല്ലെങ്കിൽ ഉപ്പുമാവ്. അതാണ് നമ്മുടെ വേഗം കഴിയുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ പുട്ടും പഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പം അതാ ഇഷ്ടം. ഇപ്പോൾ വല്ലപ്പോഴാണ് ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുന്നത്, ഞായറാഴ്ചകളിൽ മാത്രം. അല്ലെങ്കിൽ നമ്മളുടെ കടയിലുള്ള കഞ്ഞി, വേറെ ഒരു ആ കടയിലത്തെ ഭക്ഷണങ്ങൾ, ഫുഡ് ബേക്കറിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഞാൻ ഒന്നും കഴിക്കാറില്ല കേട്ടാ. അപ്പം ഒക്കെ എണ്ണ പലഹാരങ്ങളാണ് അതിൻ്റെ. അപ്പം അധികം അത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം വരുന്നില്ല. അട അങ്ങനത്തെ ഒന്നും വരുന്നില്ല അവിടെ. ഒക്കെ ഈ സമൂസ, പിന്നെ ചിക്കൻ റോള്, ബീഫ് റോള്, പപ്സ് അങ്ങനത്തെയൊക്കെയാണ് അധികം വരുന്നത്. അപ്പോൾ കുറച്ച് ദിവസം മക്കളുടെ അടുത്തൊക്കെ ചെന്ന് നിന്നതിന് ശേഷമേ വീട്ടിൽ നിൽക്കാൻ ഭയങ്കര മടിയായി തുടങ്ങി. അപ്പോൾ എന്നും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതല്ലേ മുറ്റം 4 വശം അടിക്കലും കാര്യങ്ങളൊക്കെ. കുറച്ച് ദിവസം അടിക്കാണ്ടിരുന്നപ്പോൾ പിന്നെ ഈ ഇടവിട്ടുള്ള ഈ കൊല്ലത്തെ മഴ ചെടികൾക്കും പുല്ലുകൾക്കും ഒക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അവരങ്ങോട്ട് തഴച്ച് വളർന്നു ശരിക്കും. ചെടികൾക്കും അതെ, കാര്യമായ വെള്ളക്ഷാമം നമുക്ക് നേരിട്ടിട്ടില്ല. നമ്മൾക്കാണെങ്കിൽ ഒരു മഴ പെയ്യുമ്പോഴേക്കും ആ കുഴിയിൽ ഫുള്ളും വെള്ളമാവും. അപ്പോൾ മഴക്കുഴി കുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫുള്ളും വെള്ളമാവണ കാരണം എല്ലാവരും അങ്ങനെ ചെയ്തോളൂ കേട്ടോ. കിണറിൻ്റെ അടുത്ത് കുഴിയൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു കുഴിയൊക്കെ കുത്തിയിടുക. അപ്പോൾ വെള്ളക്ഷാമം ഒരു പരിധി വരെ പരിഹരിക്കാൻ, നമ്മുടെ വീട്ടിലത്തെ വെള്ളം പുറത്തേക്ക് പോവാണ്ടിരുന്നാൽ നമ്മൾക്ക് ഒരു പരിധി വരെ നമ്മുടെ വെള്ളക്ഷാമത്തിനെ പരിഹരിക്കാൻ പറ്റും. അപ്പം ചെടികൾക്ക് വെള്ളം കിട്ടിയതുപോലെ തന്നെ നമ്മുടെ പുല്ലുകൾക്കും അതേപോലെ ചെടികളല്ലേ, അവരും തഴച്ച് വളർന്നു. ചീര ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പറമ്പിൽ കൊണ്ടുപോയിട്ട് ഞാനപ്പോൾ ഇവിടുത്തെ ഒന്ന് അങ്ങോട്ട് വേഗം ചടപട കഴിച്ചിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാണ്ട് ഇറങ്ങിയാലേ തീരെ വയ്യാണ്ടാവും. അപ്പോൾ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ അപ്പോഴേക്കും എന്നിട്ടെങ്കിലൊക്കെ കുഞ്ഞു പണികൾ ചെയ്യുന്നുണ്ടാവും. അച്ഛൻ ഉണ്ടെങ്കിലാണ് കാര്യം നടക്കുകയുള്ളൂ, വെട്ടാനും പിടിക്കാനൊക്കെ. പിന്നെ ഒരാൾ തന്നെ അവിടെ കിടന്ന് ഇങ്ങനെ കാണിച്ചിട്ടൊരു കാര്യമില്ലല്ലോ. പിന്നെ പഴയ പോലെ ഒന്നല്ല, പഴയ എന്ത് പണി കണ്ടാലും ഒരു പേടി ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇത്തിരി പേടിയായി തുടങ്ങി. അപ്പോൾ ഒരടുപ്പത്ത് ഞാൻ പുട്ട് വെച്ചിട്ടുണ്ട്, ഒരടുപ്പത്ത് അരി വെച്ചിട്ടുണ്ട്, ഒരടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഇഞ്ചിയും കുറച്ച് തുളസിയും ഇട്ട് കൊടുത്താലേ, തുളസി ഇട്ടു, ഇഞ്ചി ഒന്ന് ചതച്ചിടാം. വെറുതെ ഒന്ന് ചതച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് തിളച്ചോളൂ. അപ്പോൾ ദാഹിക്കുമ്പോൾ ഓടി വന്ന് വെള്ളം എടുത്ത് കുടിക്കാം.
കുറച്ചും കൂടി വെള്ളം അതിൽ ഒഴിക്കട്ടെ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് എന്തായാലും കുറേ വേണ്ടി വരും. വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്. പണ്ടൊക്കെ ആണെങ്കിൽ പുട്ടുണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പുട്ടെന്നല്ല കേട്ടോ, എല്ലാം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ. അയ്യോ, നൂലപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് മനുഷ്യൻ ആ നൂലപ്പത്തിൻ്റെ സേവനാഴിയില്ലേ പഴയ, അത് ഒക്കെ ഇട്ടെറിഞ്ഞ് പോയിന്റ്, കയ്യൊക്കെ വേനെടുത്തിട്ടേ ഞെക്കാ വീഴൂല. പുട്ടതുപോലെ ഉണ്ടാക്കുമ്പോൾ 4 വശത്തൂടെ എപ്പോഴും ആവി പോവും. ആവി പോയ പിന്നെ പുട്ടിന് ആവി വരില്ലല്ലോ, ആവി വന്നാലേ വേവുള്ളൂ. അപ്പോൾ അയ്യോ, എന്നിട്ട് അവിടെ തുണി ചിറ്റി ഇവിടെ തുണി ചിറ്റി. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് തോന്നുന്നുണ്ട്. പുട്ടുംകുമ്പ ആണേ, പുട്ടുംകുമ്പത്തിൻ്റെ സൈഡ് ഇങ്ങനെ ആവി പോവും കുമ്പത്തിൽ വെക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് പോവും. അപ്പോൾ മുകളിലേക്ക് ആവി കയറില്ല. അപ്പോൾ എന്നിട്ട് വീണ്ടും തുണി ചിറ്റി. അങ്ങനെ ഞാനിവിടെ മണ്ണമ്പട്ടയിൽ വരുമ്പോൾ ചിരട്ട കൊണ്ടുള്ള കുമ്പാടന്നു. അത് സുഖമായിരുന്നു കേട്ടോ. അമ്മ അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുടുക്കിൻ്റെ ആവും, അതിലേക്ക് ഇങ്ങോട്ട് ഇറക്കി വയ്ക്കും. ചിലപ്പോൾ മണ്ണുകൊണ്ടുള്ള കുടുക്കിൻ്റെ ആവും, അതിലേക്ക് ഇറക്കി വയ്ക്കും. അപ്പോൾ എന്നിട്ട് അതിന്മേ മൊത്തം മുള പിടിക്കുമ്പോൾ ചൂടാവുമല്ലോ, ചൂടാവാണ്ടിരിക്കാൻ ഇങ്ങനെ ചൂടിക്കയർ ഇങ്ങനെ ചിറ്റി ഫുള്ളും ചിറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതുമ്പോൾ പിടിക്കുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്. അതൊന്നുമില്ല, അതൊക്കെ ഇപ്പോൾ ഉണ്ട്. അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായാൻ ഇപ്പോഴും, പക്ഷെ അതൊക്കെ പോയിട്ടുണ്ടാവും. പുതിയ മെത്തേഡുകളല്ലേ. പിന്നെ ഇങ്ങനെ ഒരു കാലഘട്ടം തോന്നുമ്പോൾ അന്നിങ്ങനെ വികസിച്ച് ഇങ്ങനെ നല്ല പുതിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും പഴയതൊന്നും എടുത്തു വെക്കില്ലെന്നുള്ളൊരു ഓർമ്മയുണ്ടായില്ല. അല്ലെങ്കിൽ അതൊക്കെ എടുത്തു വെച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ തന്നെ എന്തെല്ലാം സാധനങ്ങളാണ് കാണാത്തത്. കടച്ചക്ക, ഞാൻ ഇന്ന് കടച്ചക്ക ആട്ടാ കറി വയ്ക്കിന്. കടച്ചക്ക സ്പെഷ്യലാണ് ഇന്ന്. പോത്തിറച്ചിയും കടച്ചക്കയാണ് വയ്ക്കാൻ പോണത്. അപ്പോൾ അതാണ് ഇന്ന് കാണിക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിക്കാത്തതും കടച്ചക്കയാ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം നല്ല റോസിലേച്ചി തന്നെ പറയാ, എന്തോരം കുട്ടികളെ ചേച്ചി അതൊക്കെ കാണാത്തത്. ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. ചേമ്പ്, ചേന, അതൊക്കെ കഴിക്കാത്തതും എല്ലാ കുട്ടികളും അത് കഴിച്ചോളൂ കേട്ടോ. അമ്മേരെ വീഡിയോ വല്ലതൊക്കെ കാണണമെങ്കിൽ ഒന്ന് ഒരു വട്ടെങ്കിലും നിങ്ങൾ കഴിച്ച് നോക്കിക്കോളൂ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലായാൽ ചിലപ്പോൾ കഴിക്കും. കടയിൽ തന്നെ കുറേ കുട്ടികൾ വരുന്നുണ്ടില്ലേ ജോലിക്കൊക്കെ, ആൺപിള്ളേരാണല്ലോ വരുന്നത്. ഒരേ സാധനങ്ങൾ അവർ കഴിക്കില്ല. ഒരേ രാജ്യത്തു നിന്ന്, ചിലപ്പോൾ പാലക്കാട് അല്ലെങ്കിൽ മലപ്പുറം അല്ലെങ്കിൽ അവിടെ തന്നെ നിന്ന് ജോലി ചെയ്യുന്നിട്ടേ. അപ്പോൾ ഇപ്പോൾ പറയാം, ആദ്യമായിട്ടൊക്കെ കാണുന്നവരാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ എന്ത് കട, ഏത് കട എന്നൊക്കെ ചോദിക്കും. പച്ചക്കറി കട, അത് തല്ലൂർ ദീപ്തി സ്കൂളിൻ്റെ മുന്നിൽ നമുക്കൊരു പച്ചക്കറി കടയുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ എന്നും പോവും. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളാണ് ഈ പറയണത്. അപ്പം എല്ലാവരും ആ വഴിക്ക് ഒന്ന് കടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും കേട്ടോ. പിന്നെ പലവരും വന്ന് പറയുന്നുണ്ട്, എന്താ അമ്മ അപ്പോൾ വീഡിയോ ഒന്നും ചെയ്യണില്ലേ, വീഡിയോ ഒന്നും കാണാനില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്ക്, ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തി നോക്ക്, അപ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പലർക്കും അത് കിട്ടണില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പറയും വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാനല്ലാണ്ട് ഇപ്പോൾ കാണുന്നവർക്ക് ഉപകാരങ്ങൾ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല. കറിയൊക്കെ വെക്കുമ്പോൾ ആ രീതിയിലൊന്ന് വെക്കാം, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലവരുടെ ചിലതുകൾ കാണുമ്പോൾ ചിലവർക്കൊരു ഇഷ്ടം ഉണ്ടാവില്ലേ, അത് വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാൻ, അതേപോലെ ഒന്ന് കാണാമെന്ന് മാത്രം. അപ്പോൾ അത് കാണാൻ പറ്റണില്ലല്ലോ എന്നാണ് ചിലവരുടെ പരാതി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നു. അപ്പോൾ കുട്ടികളുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത് കഴിക്കില്ല, ആ പച്ചക്കറി കഴിച്ചിട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അമ്മ അങ്ങനത്തെ കറി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ഒന്ന് കഴിച്ച് നോക്ക്, എന്നിട്ട് വേണ്ടെങ്കിൽ കഴിക്കണ്ട, കുറച്ചെടുത്തൊന്ന് കഴിച്ച് നോക്കി നോക്ക് എന്ന് പറയും. അപ്പം നിർബന്ധിക്കുമ്പോൾ ചിലപ്പോൾ രണ്ടാമതും അമ്മ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, നല്ലതായിരുന്നു എന്ന് പറയും. അപ്പം ഞാൻ അതാണ് കഴിച്ചു നോക്കാൻ പറയുന്നത്. അപ്പോൾ മക്കളും എല്ലാ സാധനങ്ങളും കുറച്ച് കുട്ടികളൊന്നും അമ്മയുടെ വീഡിയോ കാണണ്ടാവില്ല, എന്നാലും കാണുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചൊന്ന് കൊടുത്ത് നോക്കുക നിർബന്ധിച്ച്. മാളും അങ്ങനെയാണ്, ശ്രീകുട്ടന് കുറച്ചൊന്ന് കഴിച്ചു നോക്ക്, കുറച്ച് കഴിച്ചു നോക്കിയിട്ട് വേണ്ടെങ്കിൽ എത്ര സാധനങ്ങളാണ് എൻ്റെ ഭാഗ്യനും ശ്രീകുട്ടനൊക്കെ അങ്ങനെ കഴിച്ചു നോക്കിയിട്ട് വീണ്ടും ഇഷ്ടപ്പെട്ടിട്ട് കഴിക്കുക. അപ്പോൾ ഉണ്ടാക്കിയവർക്കൊരു സമാധാനമായില്ലേ, അതൊന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് കഴിക്കുമ്പോൾ സന്തോഷമായി. കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ ഒരു സമാധാനമായി.
കഴിച്ചു നോക്കിയിട്ട് വീണ്ടും കഴിക്കുകയാണെന്ന് വിചാരിച്ചാൽ സന്തോഷമായി. അപ്പം അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പം ഇവിടെ വെള്ളം ഒരു വശത്ത് തിളച്ചു മറിഞ്ഞു. അപ്പം അതിനങ്ങോട്ട് ഇറക്കി വയ്ക്കാം. കാപ്പി ആവട്ടെ നീ. ചോറ് തിളച്ചിട്ടുണ്ട്. അത് റൈസ് കുക്കറിൽ അങ്ങനെ അങ്ങടെ അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് അല്ല. കാരണം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇതൊക്കെ പോയി തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു ഊർജ്ജമൊക്കെ നഷ്ടപ്പെട്ടു എന്നുകൊണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാൻ തിളച്ചതിന് ശേഷം അതിലേക്ക് ഇറക്കി വയ്ക്കുള്ളൂ. അല്ലെങ്കിൽ വേവാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ പോലെ തന്നെ വയസ്സായി അതിന്. അപ്പോൾ നമ്മുടെ കാപ്പി അങ്ങനെ ആയിട്ടാ. അപ്പോൾ ബീഫിൻ്റെ പണി നോക്കിയാലോ ഇനി. അപ്പം ഞാൻ കഴുകിയെടുത്ത ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ഉണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. കടച്ചക്ക വേവാനുള്ള വെള്ളം വേണ്ടേ. അപ്പോൾ കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എനിക്ക് ആവശ്യമായതൊന്നുമില്ല. കുറച്ച് ഉപ്പ്, ആവശ്യമായതൊക്കെ നമുക്ക് പിന്നെ ഒടുക ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെറുതെ കിടന്ന് വേവണ്ട. ആൾക്കൊരു കൂട്ടിന് കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുത്തതാണ് ഞാൻ. ഇത്തിരി വെള്ളത്തോടെ ആയിക്കോട്ടെ. ആളവിടെ ഇരുന്ന് വേവട്ടെ. അപ്പം നമ്മുടെ അരിനെ നമുക്ക് ഇറക്കി വയ്ക്കാം. അതവിടെ ഇരുന്ന് വേവും. അപ്പോഴേക്കും കാപ്പിയുടെ കുടിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയാലോ. കാപ്പി ആയില്ലോ. അപ്പം ദേ ഇന്നത്തെ കാപ്പി റെഡി ആയിട്ടാ. അച്ഛൻ വരുന്നുണ്ട് കാപ്പി കുടിക്കാനായിട്ട്. ഇതിലിങ്ങനെ ഇത് അച്ഛൻ്റെ ആട്ടാ അധികമുള്ളത്. ഇതിങ്ങനെ പഴം ഇങ്ങനെ ഉരിഞ്ഞെടുത്ത് കുറച്ച് പഞ്ചസാര ഇടും ഞാൻ. ചേട്ടൻ കൊണ്ടൊക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോന്നു കേട്ടാ. ഇറയത്തിരിക്കുന്ന അച്ഛനും. അച്ഛൻ പണി എടുത്തു വരുന്നതല്ലേ, അപ്പോൾ അകത്തേക്ക് കയറിയില്ല. അപ്പം ഞാനും ഇങ്ങോട്ട് തന്നെ പോന്നു. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇങ്ങനെ ലേശം. അച്ഛന് ഇഷ്ടമല്ല പഞ്ചസാര. വേണം ഏട്ടാ? വേണ്ട. അപ്പം ഇങ്ങനെ ഇട്ട് കുറച്ചിടുള്ളൂ കേട്ടാ. 3 പ്രാവശ്യമൊക്കെ ഇടുന്ന കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട. കുറച്ചിട്ടിട്ടുള്ളൂ. എല്ലാവരും പറയും അമ്മ പഞ്ചസാര നല്ലതല്ല എന്നൊക്കെ പറയും. അത് അമ്മയ്ക്കറിയാം. എന്നാലും അതങ്ങനെ ഇട്ട് തിന്നും. ഒരു ചെറുപ്പത്തിലുള്ള ശീലങ്ങൾ ഇങ്ങനെ കുഴച്ചങ്ങോട്ട് തിന്നാനൊരു പ്രത്യേക ടേസ്റ്റ്. അതും റോബസ്റ്റ് പഴം. അച്ഛന് പഴമല്ല കേട്ടോ ഇഷ്ടം. അച്ഛന് കറികളൊക്കെ ഇഷ്ടം. പക്ഷെ ഒന്നും നമ്മൾ കറി ഉണ്ടാക്കിയിട്ടില്ല. വാ ചക്ക ചെറുതായാലും നല്ലതാല്ലേ. അപ്പൊ ഞാൻ ഗ്യാസ് വെച്ചപ്പോ എടുത്തോ ചക്കില. നല്ല മുറുക്കണ്ടിട്ടാ. അയ്യോ കൊടുക്കാം. നമ്മുടെ ഈ വലിയ ഇതിട്ട് കൊടുക്കണം. അപ്പോ നമുക്ക് ഒരെണ്ണം ഇട്ടിട്ട് നോക്കിയിട്ടേ കൊടുക്കാട്ടാ. അപ്പൊ ഒരെണ്ണം വേണമെങ്കിൽ ആൾ കൊണ്ടുപോകാട്ടോ. കന്യാസ്ത്രീ ഗ്രേസ് ചേച്ചി എന്ന് പറയുന്നത്
ആ കൊടുക്കാം കൊടുക്കാം ഇവിടെ അവന്റെ പേര് ആ അവനാണ് സുജമോളുടെ അവിടെ ആ സിയോടുന്ന വിളി ഞാൻ സിയോടുന്ന പറയാ എപ്പോഴും അതിന്റെ പേര് അങ്ങനെയല്ല അത് പറയും അത് കൊടുക്കാം അതല്ല ഞാൻ ചെലപ്പോ മതള് തിന്നിട്ടാവൂട്ടാ മോള് തിന്നോക്കിയാ ഞാൻ മധുരം തിന്നോണ്ടിരിക്കായിരുന്നു അതണ്ടാ നല്ല കറുകറുണ്ട് അപ്പൊ റോസ് ചേച്ചി ചക്ക കൊടുന്നിട്ടേ തന്നതാ ഹായ് പറഞ്ഞ റോസ് ചേച്ചിനെ കണ്ടിട്ട് കൊറേ നാളായിരുന്നു പറഞ്ഞു പള്ളിയെ പോയിട്ട് വരികയാണ് ആള് അപ്പം അത്ര മധുരമില്ല അപ്പൊ നമുക്ക് കൊടുക്കാട്ടെ മോളെ ഞാൻ അതിട്ടു അപ്പോഴേ ബീഫ് 2-3 അടിയൊക്കെ അടിച്ച് അവിടെ ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കടച്ചക്കയുടെ കളർ കണ്ട ഇങ്ങനെ ഇത് ഇന്നലെ പൊട്ടിച്ചതാണ് പക്ഷെ ഇന്നലെ കാലത്ത് കൊണ്ടുവന്നതാണ് പക്ഷെ ഇന്നൊക്കെയാവുമ്പോഴേക്കും ഇങ്ങനത്തെ കളറായി അവർ കഴുകിയിട്ടൊക്കെ എന്നെ കൊണ്ടുവരുന്നത് കടച്ചക്ക പൊട്ടിച്ച വശം കഴുകണം കേട്ടാ ആ മുളഞ്ഞീന് അതുമ്മേ ആ പശയില്ലേ ഞങ്ങളിവിടെ ചക്കപ്പശയ്ക്ക് മുളഞ്ഞീന്നാണ് പറയുക ആ പശ ഉണ്ടായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം കറക്കും ഇതിൻ്റെ ഉള്ളു കണ്ട കടച്ചക്കയ്ക്ക് ഈ ഉള്ളിങ്ങനെ വരില്ലാണ് ഏറ്റവും ഇതായിട്ടുള്ള കാര്യം അവർ കടയിൽ കൊണ്ടുവരുന്നവർ വിൽക്കാൻ കടച്ചക്കേനെ പറ്റി അറിയുന്നവർ അപ്പം തന്നെ പൊട്ടിച്ച വശം വെള്ളത്തിൽ മുക്കും വെള്ളത്തിൽ മുക്കി നന്നായി കഴുകണമൊന്നും ഉണ്ടാവില്ലേ വെറുതെ മുക്കി എടുക്കണുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒക്കെ കൂട്ടി വെച്ച് വെള്ളം മോട്ടറാ എന്തെങ്കിലും അടിച്ച് വെള്ളത്തിൽ ഇടുണ്ടാവും അതാവും ചീൻ്റാവുക അല്ലെങ്കിൽ ഇതിനേക്കാട്ടിലൊക്കെ ഭയങ്കര കറുപ്പാ കുറച്ച് കഴിയുമ്പോഴേക്കും കറുത്ത് ആകെ ഇതാവും അപ്പം ആരും വാങ്ങിക്കില്ല തീരെ ചെറുതാക്കണ്ട ഉപ്പേരിയെക്കാട്ടിലും കുറച്ച് വലുപ്പട്ടാ അതാണ് ഉദ്ദേശിച്ചത് ഇപ്പൊക്കെ കടച്ചക്ക വേഗം ഉണ്ടാവുന്നുണ്ട് കേട്ടോ ബഡ്ഡുമ്മലേ എന്തൊരു വേഗം ഉണ്ടാവണമെന്നാ പണ്ടൊക്കെ ബെഡൊന്നും ഇല്ലല്ലോ കടപ്പ്ളാവ് എന്നൊക്കെ പറഞ്ഞാൽ പിടിച്ചാൽ വട്ടത്താത്ത കടപ്പ്ളാവുകളാണ് കയറാനും പൊട്ടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പൊന്നും അങ്ങനെയല്ല ഇപ്പൊക്കെ അങ്ങനെ പടർന്ന് നിൽക്കുന്ന കടപ്പ്ളാവുകളുണ്ട് അപ്പം അതെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് സംബന്ധിച്ചിടത്തോളം അധികമാണിത് അതിൻ്റെ ഇടയിൽ ഇതേ അച്ഛൻ്റെ പണി ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ്റെ ആകെ കണ്ട കാടാണ് ഇവിടെ അപ്പുറത്തൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടാ ഇതൊക്കെ ഇനി വെട്ടി വേണ്ട ഇതൊക്കെ കാടായി പുല്ലിൻ്റെ കളിയാ നല്ല പച്ചപ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയില് കാണാൻ കൊന്നകളൊക്കെ വലുതായി ദേ ഇവിടെ നിന്ന് തൊട്ടിങ്ങനെ ദേ അതേപോലെ കിടന്ന സ്ഥലങ്ങൾ ദേ വെടുപ്പാക്കി വരിക അച്ഛൻ ഇത് നമ്മുടെ എന്ത് പപ്പയേട്ടത് സൂപ്പർ ലേഡി അല്ലേ ഭാഗ്യം വെച്ചപ്പോൾ അതിൽ നിന്ന് 2-3 തൈ കൊണ്ടുവന്ന് വെച്ചതാ അവിടെയൊക്കെ ഇതിനേക്കാട്ടിലും വലുതായി തോന്നുന്നുണ്ടല്ലേ ചേട്ടാ അവിടെ പെട്ടെന്ന് വലുതാവും കേട്ടാ അവിടെ കായായി തോന്നുന്നുണ്ട് ഇവിടെ ദേ കായ പൂവിട്ട് വരുന്നുണ്ട് മറ്റേ പൂവാണോ ചേട്ടാ കൊമ്പും ചില്ലിയായിട്ടുള്ള പൂവ് പറയാൻ പറ്റില്ലേ കായൊന്നും കാണാല്ലേ പൂവിൻ്റെ കടക്കേ ഒക്കെ പെൺപൂവ് ആൺപൂവല്ല അപ്പം അതിൻ്റെ കടക്കൊക്കെ എന്തിട്ടിട്ടാ ചേട്ടാ ചാണപ്പൊടി അല്ല ആട്ടുംകാട്ടം കഴിഞ്ഞു
ഇവിടെയൊക്കെ കൊള്ളി കുത്താനാവും അല്ലേ? അത് പുല്ല് കൂടി ഇടുന്ന പുല്ലങ്ങട് ഒന്ന് പോയിക്കോട്ടെ. ആ ഇതിൻ്റെയൊക്കെ മുകളിൽ മണ്ണിട്ടിട്ടേ കാണിച്ചു തരാട്ടാ. ഞാൻ ഇതിപ്പോൾ ഇങ്ങോട്ട് വരും. ഞാൻ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും കുറേയൊക്കെ ചെയ്യും. ആ തെങ്ങിൻ്റെ കട ക്ലീൻ ആക്കണം കേട്ടോ ചേട്ടാ. പോയ തെങ്ങല്ല ചേട്ടാ അത്. നമ്മുടെ തെങ്ങ് ആദ്യം വെച്ചിട്ടേ നമുക്ക് നശിച്ചു പോയിണ്ടായിരുന്നു കേട്ടാ. 350 രൂപ കൊടുത്ത് മേടിച്ച് തെങ്ങ് അച്ഛനും ഞാനും കൂടി പോയി. പക്ഷെ ഇപ്പം ശരിയായില്ല ചേട്ടാ. ആ കൂമ്പ് അടിപൊളിയായിട്ട് വന്നുട്ടാ. ഞാനത് പറിച്ച് കളയേട്ടാ, പറിച്ച് കളയെന്ന് പറഞ്ഞതാ. പക്ഷെ അച്ഛൻ പറഞ്ഞു കളയണ്ട, അവിടെ നിൽക്കട്ടെ ചെയ്യാ, ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവും. അങ്ങനെ ഇപ്പം ശരിയായി. പക്ഷെ കൂമ്പ് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു പെർഫെക്റ്റ് അല്ല തോണ്ടില്ല. പക്ഷെ അറാവും, അടുത്ത കൂമ്പ് വരുമ്പോഴേക്കും നന്നാവും അല്ലേ? ഇവിടെയൊക്കെ കണ്ട കട അതൊക്കെ ഒന്ന് വെളുപ്പിക്കുന്നത്, എന്നാലും ആ തെങ്ങ് നന്നാവുള്ളൂ. അപ്പോൾ ചേട്ടൻ ഇവിടെ നിന്ന് ചെയ്യട്ടെ, എനിക്ക് കുറച്ച് പണിയും കൂടി അടുക്കളയിലുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചട്ടി നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ പച്ചമുളക്, ഞാൻ നല്ല ചൂനിയമുളക് ചതച്ചെടുത്തതാണ് അത്, ഇഞ്ചി, വേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി. അപ്പോൾ അതൊരു വിധമായി വരുമ്പോൾ നമുക്ക് നമ്മുടെ മറ്റുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളകും പൊടിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, ഒരിത്തിരി കാശ്മീരി ഇടാം, കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് കുരുമുളക് ഇടാം, കുറച്ച് മല്ലിപ്പൊടി ഇടാം. കുറച്ച് സാദാ മുളക് പൊടി ഇടാം. കുറച്ച് ഗരം മസാല ഇടാം. അതൊക്കെ ഇറച്ചിയൊക്കെ അതിൽ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ കടച്ചക്കേനെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കടച്ചക്ക വെന്ത് കഴിഞ്ഞാൽ, കണ്ടമാനം വെന്ത് കഴിഞ്ഞാൽ, ഇതൊന്നാമത്തേലും ഒരുവിധം നല്ല മൂപ്പുള്ള കടച്ചക്കയാണ്, പെട്ടെന്ന് വേവും, ഒരു തള വേണ്ടു. അപ്പോൾ ആ നെയ്യ് അതിൽ പിടിക്കുകയും ചെയ്യണം, അതുകൊണ്ടാണ് വേവിച്ചിട്ട് ഇടാഞ്ഞത് ഞാൻ. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് മൂടി വെച്ചിട്ടേ കുറച്ച് കഴിയുമ്പോൾ അതിനെ എടുത്ത് നോക്കണം വെന്തോ ഇല്ലേ എന്താണ്. നിങ്ങൾ എല്ലാം വിചാരിക്കുന്ന ചെറിയ കുട്ടികളാണെന്ന് വിചാരിച്ചാൽ അവർക്കറിയില്ല വേവെന്തോരുണ്ടെന്ന്. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് നോക്കിക്കോളൂ കേട്ടാ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു 6 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ എന്തായിരുന്നു. നെയ്യൊക്കെ ചക്കയിൽ അങ്ങോട്ട് പിടിച്ച് കുറച്ച് കഴിയുമ്പോൾ നല്ല എരിവൊക്കെ പിടിച്ചിട്ടേ ചക്ക അങ്ങോട്ട് കളറൊക്കെ മാറി വരും കേട്ടോ. അങ്ങനെയൊക്കെ എടുക്കാനേ പാടുള്ളൂ അല്ല.
ചാറോടെ വേണമെങ്കിൽ ചാറോടെ ഇത്തിരി ചാറോട് കൂടി നമുക്ക് എടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഭംഗിക്ക് നമുക്ക് 2 വേപ്പിലയൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ തുറക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ ആ പണി കഴിഞ്ഞു കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് പരിപ്പില്ലാത്തൊരു രസമാണ് വെക്കാൻ പോകുന്നത്. അപ്പം അതിൽ ആദ്യം തക്കാളി ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പ് പാകത്തിന്. വേപ്പിൻ്റെ ഇല, കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഒരു ലേശം ചതച്ചത് ഇട്ട് കൊടുക്കുക. അല്പം ജീരകം, നല്ല ജീരകമല്ലേ, അത് പൊടിച്ചതിട്ട് കൊടുക്കുക. ഇതൊക്കെ ചേർന്നാലാണ് രസത്തിന് രസമാവുള്ളൂ. കുറച്ച് ഉലുവപ്പൊടി, ഉലുവയല്ല കായം കേട്ടാ, കായം ഇതെന്താ അമ്മ അങ്ങനെ പറയുമെന്ന് വിചാരിക്കും. അത് കുറച്ച് ചേർക്കുക. കുറച്ച് ഉലുവപ്പൊടിയും വേണം. ഞാൻ മുഴുവൻ ഉലുവയാണ്, അപ്പോൾ അത് നമുക്ക് വറുത്തിടുമ്പോൾ ഇടാം. ഒരു ചെറിയ ബെല്ലം കണ്ട ബെല്ലം അത് ഇട്ട് കൊടുക്കാം. അത് ഇഷ്ടമല്ലാത്തവരാണ്, ഇത്തിരി മധുരത്തിൻ്റെ രസം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് തിരുമൽ പ്രധാനമാണ്. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിങ്ങനെ ഒന്നിങ്ങനെ ചേരണം. അപ്പോഴേക്കും പുളി പിഴിഞ്ഞെടുത്തോ കേട്ടോ. പുളി പിഴിഞ്ഞെടുക്കണം. എന്താ അപ്പോൾ ഇതിനൊരു കൊഴുപ്പൊക്കെ വരും. ഇത് പുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ. ഊറിപ്പോയി. അപ്പോൾ അത് നമുക്ക് ഇത്തിരി അധികം വെള്ളം വേണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പുളി അധികം വെള്ളത്തിൽ തന്നെ ഞാൻ പിഴിഞ്ഞെടുത്തതാണ്. കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക്. പുളി പിഴിഞ്ഞ വെള്ളം കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ, വെള്ളം എന്തായാലും നമുക്ക് പോരായാണ്, അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ഉപ്പ് കുറച്ചും കൂടെ വേണം. ഉപ്പൊക്കെ വെച്ച് നോക്കിയതിന് ശേഷം നമുക്ക് കത്തിച്ചാലും മതി. അല്ലെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് നോക്കിയാൽ ഉപ്പല്ലേ അലിഞ്ഞു പോയിക്കോളും. ഇനിയപ്പോൾ കത്തിക്കാം. അപ്പോൾ ഇങ്ങനെയും രസം ഉണ്ടാക്കി എടുക്കാം കേട്ടോ. നമുക്ക് പരിപ്പ് വേണം നിർബന്ധമൊന്നുമില്ല. അല്പം ഉലുവപ്പൊടിയും കൂടി, ഉലുവ അന്വേഷിച്ച് കണ്ടുപിടിച്ചു ഞാൻ. പൊടി ഉണ്ടായിരുന്നേ, അപ്പോൾ അത് എവിടെയാണെന്നുള്ള ഓർമ്മയുണ്ടായില്ല. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ രസപ്പൊടി അങ്ങനെ ഇല്ല എന്ന് വിചാരിച്ചാലും രസപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് രസപ്പൊടിയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അഥവാ ഇനിയിപ്പോൾ അതും ഇല്ല എന്ന് വെച്ചാലും രസം കുടിക്കണമെന്ന് തോന്നിയ ബുദ്ധിമുട്ടില്ല. നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം നമ്മുടെ രസം ചടപടാ തിളച്ചു. കുറച്ചധികം നേരം തിളപ്പിക്കാം. തക്കാളിയൊക്കെ വേവണ്ടേ. തിളയ്ക്കുമ്പോൾ ഒത്തിരി അധികം നേരം തിളയ്ക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വരും ചെയ്യും. എല്ലാം കൂടി ഇങ്ങനെ ഇതായിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങോട്ട് തിളപ്പിച്ചോട്ടെ നിങ്ങൾ. അതിനുള്ള വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്തോളൂ. എന്നിട്ട് വേണം നമുക്കത്. ഒരു മധുരവും പുളിയും ഉപ്പും ഒക്കെ കൂടിയാവുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഇനി നിങ്ങൾക്ക് മധുരത്തിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അതങ്ങോട്ട് ഒഴിവാക്കാം കേട്ടോ. ചിലർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് വറുത്തിട്ടാലോ. തിരി വെളിച്ചെണ്ണ ഒഴിച്ച് മതി. രസം നിർത്തിയിട്ടാണ് ഞാൻ
ഇത്ര നേരം തിളച്ചാൽ മതി. ഇത്തിരി കടുകും മുളകും മുഴുവൻ മുളകില്ലേ അത്, വേപ്പിൻ്റെ നമ്മൾ ഇട്ടിട്ടുള്ളതാ, എന്നാലും ഒരു 2 തരി കിടന്നോട്ടെ. അപ്പം നമ്മുടെ രസത്തിൻ്റെ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ചോറുണ്ണാൻ വരുന്ന നേരത്തെ നമുക്ക് നമ്മുടെ കൊണ്ടാട്ടവും പപ്പടമൊക്കെ വറക്കാം. അത്ര പോരെ? ഇനി ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയാലോ? ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴേ അവിടെ അച്ഛന് ദേഷ്യം വരും. കുറേ നേരം ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഞാനും കൂടി ഉണ്ട് ഇങ്ങനെ തട്ടിമുട്ടാന്ന് വിചാരിച്ച ആൾക്ക് നല്ല ഇൻട്രസ്റ്റാണ്. അപ്പോൾ നമുക്കിനി പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങാം. മരങ്ങളൊക്കെ വെട്ടാട്ട അച്ഛൻ. മരങ്ങളല്ല, ഈ ചെറിയ ചെറിയ മുല്ല പടർന്നിട്ടുള്ളത്. അത് വെട്ടിയിൽ ഇങ്ങനെ ആകെ പടർന്ന് പന്തലിക്കും. ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ആക്കി നോക്കി ചേട്ടൻ. അത് ഞണ്ടിക്ക് എടുക്കുന്നതൊക്കെ വെട്ടിക്കോ, അല്ലെങ്കിൽ ഇങ്ങനെ കാടാവും. ഇരുമ്പാമ്പുളീനെ കുറേ വെട്ടാം. ഒരു തോട്ടീൻ്റെ ആയില്ലേ നമ്മുടെ അതല്ലേ. ഇരുമ്പുള്ളി വെട്ടി നിർത്തിയാൽ നന്നായി കാച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്നാലും വെളിവ് കിട്ടട്ടെ. അതവിടെ നോട്ടെ, വാല്യൊക്കെ നിന്നാലും കുഴപ്പമില്ല. ഇവിടെ അങ്ങടെ അടിച്ചു വാർത്തേ, അല്ലെങ്കിൽ പിന്നെ പറമ്പിലത്തെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അടിക്കാനുള്ള മൂട് പോകും. ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ സ്ഥലവും ഉറച്ച് കഴിക്കുക നല്ലതാണ്. വേനൽക്കാലത്ത് തോന്നുന്നില്ല നമുക്ക് കഴുകലുകൾ ഇത്തിരി കുറവില്ല. വർഷകാലം ഇടയ്ക്കിടയ്ക്ക് തന്നെ ചെയ്താൽ വിട്ട് വൃത്തി ഉണ്ടാവില്ലേ. ഇപ്പൊ സത്യത്തിൽ വേനൽക്കാലം വർഷക്കാലമൊക്കെ ഉണ്ടാ എപ്പോഴും ഇവിടെ എത്ര പ്രാവശ്യം മഴ പെയ്യുന്നു. ചൂട് എന്നാലും വയസ്സ് ഒഴുക. ചെറുതായി മണ്ണ് വെട്ടിയിരുന്ന അതെന്നാ വേണ്ട. തുളസിയിലെ പുയ്യൊക്കെ അരിഞ്ഞ് കളയാൻ പറ്റും. അതിൽ ചേട്ടാ ഗുരുവായൂർ അമ്പലത്തിൽ തുളസിന് കൊണ്ടുവരാൻ പാടില്ലാന്ന് എനിക്കറിയില്ല. കൃഷ്ണന് തുളസി പറ്റില്ലാന്നോ എന്തൊക്കെ പറഞ്ഞു. തുളസിനാള് ഇടയ്ക്കിടെ ഇങ്ങനെ വെട്ടാനാണ്. വളരെ മോഹിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിന് വളർത്തിണ്ടാക്കും. പൂവുണ്ടായി കാണണമെങ്കിൽ നമ്മളത് വെട്ടില്ല. പൂവുണ്ടാവാൻ പിന്നെ ഉണ്ടായിട്ടാ കുറെ പൂവ്. അതിന്റെ തല കുറച്ച് കിട്ടിയിട്ടുള്ളൂ. എന്റെ വെള്ളം വെള്ളം മീനോർപ്പിക്കാതിന്റെ തല
പിന്നെ ഈ ലൈറ്റ് ഇടുമ്പോൾ ഈ അലക്കലിൻ്റെ അടുത്ത് കാണൂല പോലെയാക്കി എടുത്തു നമ്മൾ. ഇവിടെയൊക്കെ കണ്ട ഇത് അവിടെ ഒരു കുറച്ച് വശം കൂടി ഉണ്ട്. അവിടെയും ക്ലീനാക്കിയാൽ നമ്മൾ ചോറിനാൻ കയറും. പിന്നെ ഇന്നത്തെ ദിവസം പണിയാൻ ബുദ്ധിമുട്ടാണ്. കാലത്ത് എണീറ്റപ്പോൾ തുടങ്ങിയതാ 2 മണിക്ക് ആവാറായി. ഒരു 10 മിനിറ്റ് എടുക്കണ്ടേ. അപ്പോൾ അച്ഛനവിടെ കഴിഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ട് വരും. ഇത്രയ്ക്ക് സ്ഥലം കണ്ട. ഇതൊക്കെ നമുക്ക് കൊള്ളി കുത്താലേ ഏട്ടാ. ഇതിലൊക്കെ 2-3 കൊമ്പ് കൊള്ളികൾ കുത്താം. കൊള്ളി പോയി എടുത്ത് കൊണ്ടുവന്നിട്ട് വേണം. പപ്പഞ്ചേട്ടൻ്റെ അവിടെ കൊള്ളിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലം ക്ലീനാക്കിയിട്ടാ അച്ഛനും ഞാനും. ഇനി അടുക്കളയ്ക്ക് വീണ്ടും അടുക്കളയ്ക്ക് തന്നെ പോവാ. രണ്ടെണ്ണം മതി. പപ്പടം ഉണ്ടാക്കും വറുത്തെടുക്കും. ഇനി ചോറ് വെള്ളം നോക്കാം നമുക്ക്. ചോറ് വിളമ്പിട്ട് തുടങ്ങാം നമുക്ക്. കാര്യമായ കൂട്ടാനുകളൊന്നും ഇല്ലെന്ന്. ഇത് കടുമാങ്ങ അച്ചാറാട്ടാ. പപ്പടം ഓരോന്ന് വെച്ചു. പിന്നെ ശാന്തിച്ച് കൊണ്ടുവന്ന എന്താ ചക്കുപ്പേരി. അത് നാളികേരൊക്കെ ഇട്ടുണ്ട് കേട്ടോ ചക്കുപ്പേരിയിൽ. കൊണ്ടാട്ടമുളക് വെച്ചു. രസവും കൂടി വെച്ച് അച്ഛന് കൊടുക്കാം. ചേട്ടാ ഒരു ചോറിട്ടോളൂ. അപ്പോൾ ഇന്നത്തെ പണികളും കാര്യങ്ങളും കഴിഞ്ഞ് ഊണ് കഴിഞ്ഞ് ഇത്തിരി നേരം റെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ അന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.